ഹായ്, ചിക്കൻ ഷവായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? കാണുമ്പം തന്നെ അറിയില്ലേ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഷവായി ആണ്. അപ്പോൾ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒന്നും പറയണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം ടേസ്റ്റാണെന്നുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ബാ. ചിക്കൻ ഷവായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയല്ല കേട്ടോ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പച്ച മല്ലിയാണ് എടുക്കേണ്ടത്. അതായത് മല്ലി മുഴുവനായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 4-5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ടുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് കുരുമുളക് മുഴുവനായിട്ട് തന്നെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ ഷവായി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുമ്മ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഞാനിവിടെ മുഴുവൻ കുരുമുളകും എടുത്തിട്ടുണ്ട്. അതും ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് പെരിഞ്ജീരകവും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് ചെറിയ ജീരകം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകവും ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പട്ട, ഈ ഒരു അളവിൽ പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഷവായിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരു തക്കോലം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഗരം മസാല ആഡ് ചെയ്താൽ മതി. അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ. ഗ്രാമ്പു ഒരു 4-5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽ മുളക് കേട്ടോ, അത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ കൈ ഇളക്കാണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും കരിഞ്ഞു പോകരുത്. നമ്മുടെ ഷവായിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. കയ്യിൽ നല്ല ആവിയൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, പൊടിച്ചെടുക്കാം കേട്ടോ. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ഗൈസ്, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തരിതരിയായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ മസാല തയ്യാറാക്കേണ്ടത്. അതേ ജാറിലേക്ക് തന്നെ നമുക്ക് ഒരു മസാലയും കൂടെ റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്കായിട്ട് സവോള, ഞാനിവിടെ ഒരു സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പത്തിനുള്ള സവോളയാണേ. അതൊന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു വലിയൊരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. തക്കാളിയും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി വേണ്ടുന്നതാണ് വെളുത്തുള്ളി. ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി ഒരു വലിയൊരു പീസാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഷവായിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയില. ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റും കൂടും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ആഡ് ചെയ്യണേ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കണ്ടില്ലേ ഗായ്സ്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നല്ലതുപോലെ പേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്കിനി ചിക്കൻ പീസസ് എടുക്കാം. ആ ഒരു ഇടികല്ലിൻ്റെ ആ ഒരു സംഭവം ഇല്ലേ, ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ നല്ലതുപോലെ ഒന്ന് തല്ലി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ആ ഒരു പീസൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഇത് വെന്തും ഫ്രൈയും ആയിട്ട് വരുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തല്ലി ചേർക്കാം. ഒത്തിരി അങ്ങ് തല്ലി അത് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് നമ്മൾ ആ ഒരു എല്ലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തല്ലി കൊടുക്കണം. അത്ര മാത്രമേ വേണ്ടൂ കേട്ടോ. ഒത്തിരി നമ്മൾ പ്രഷർ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എല്ലാ പീസും നമ്മളിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ ഉള്ളിലിറങ്ങി നമ്മുടെ ആ ഒരു ചിക്കൻ പീസിന് സൂപ്പർ ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ആ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് തൈര് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നതാണ് ഒരു ഹാഫ് നാരങ്ങ. നമുക്ക് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം.
ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മസാല, എല്ലാ മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടി ഐറ്റങ്ങൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ വേണ്ടുന്നതാണ് ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വളരെ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു തരി പോലും നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. തൈരിൻ്റെ ആ ഒരു വെള്ളമുണ്ട്, അതുപോലെ നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ ഓയിൽ, ഇതെല്ലാം കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് വന്നോളും. അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവായി ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു മസാലയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ മസാല നമ്മുടെ ചിക്കൻ പീസസിലെല്ലാം പറ്റിപ്പിടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ നല്ലതുപോലെ മസാല സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും പറ്റുന്ന തരത്തിൽ നല്ലതുപോലെ പ്രസ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ ഇതാ 4ാമത്തെ പീസിലും നമ്മൾ നല്ലതുപോലെ മസാലയൊക്കെ പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ മസാല മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നും കൂടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു അർദ്ധരാത്രി ഫുള്ളും ഫ്രിഡ്ജിലിരിക്കട്ടെ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷവായി ഇന്നാണ് വേണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല, താഴെയാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോഴാണ് നല്ല സെറ്റായിട്ട് മസാലയൊക്കെ പിടിച്ച് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഷവായി കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ 6 മണിക്കൂറെങ്കിലും വെക്കുക, കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വെക്കുക. ഒരു രാത്രി ഫുള്ള് വെച്ചിരുന്നാൽ നല്ല സ്വാദായിരിക്കും കേട്ടോ. പിറ്റേ ദിവസമാണ് നമ്മൾ ഷവായ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാനിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 1 മണിക്കൂറിന് മുന്നേ. ഇപ്പോൾ നല്ലതുപോലെ ആ ഒരു തണുപ്പൊക്കെ വിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടാവട്ടെ. ചൂടായ ഓയിലിലേക്ക് നമുക്ക് വേണ്ടുന്നതാണ് ടൊമാറ്റോ കച്ചപ്പ്. 3-4 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു നാരങ്ങ സ്ക്യൂസ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മുഴുവനായിട്ടുള്ള ഒരു നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു ഓയിലിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ വേണ്ടുന്നതാണ് ചില്ലി ഫ്ലേക്സ്. ഞാനിവിടെ വീട്ടിൽ തന്നെ നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. 7-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇത് ഒത്തിരി അങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടായ ഓയിലിലോട്ടാണ് നമ്മൾ ഈ പേസ്റ്റും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണ്ടേ. ചിക്കനൊക്കെ കുക്കറിൽ നല്ലതുപോലെ വെന്ത ശേഷമാണ് കേട്ടോ നമ്മൾ ഷവായ ആക്കുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഷവായി പീസസ് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഈ 4 പീസും കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കണം കേട്ടോ. ഒരേ ഒരു വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി. ആദ്യം ഒന്ന് ഫ്ലെയിം ഫസ്റ്റ് ടൈം ഒന്ന് കൂട്ടി വെക്കണം. അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഒരു വിസിൽ കേൾപ്പിച്ചെടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. ഇത് തന്നെ തണുത്തതാണ് കേട്ടോ. വിസിലൊക്കെ തന്നെ പോയതാണ്. ഒരു വിസിൽ കേട്ട ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ ഫ്ലെയിമൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പം തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒട്ടും തന്നെ സമയം കളയണ്ട. പാനിലോട്ട് ഓയിൽ കുറച്ചാണ് കേട്ടോ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓയിലിലേക്ക് നല്ലതുപോലെ വെന്ത നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം.
ഞാൻ ഒരു സ്റ്റെപ്പിൽ തന്നെ 4 പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉള്ള ആ ഒരു മിക്സ് ഇല്ലേ, അത് ഈ ഒരു പീസിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ 4 പീസിൻ്റെ മുകളിലും നല്ലതുപോലെ നല്ല കോട്ടിങ് ആവണം കേട്ടോ. നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് മറുവശത്തും നമ്മൾ ഈ ഒരു മിക്സ് നല്ലതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറുവശത്തും നല്ലതുപോലെ ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. തിരിച്ചിട്ടും മറിച്ചിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതിയാവും. കാര്യം നമ്മൾ നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഒത്തിരി ഇനി അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഷവായി അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്തുമാത്രം ടേസ്റ്റാണെന്നുള്ളത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കുറച്ചൊന്ന് മെനക്കെട്ടാൽ എന്നാൽ വലിയ പണിയൊന്നുമില്ലല്ലേ. നമുക്ക് സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനെ കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഷവായി ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.